ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു മഷ്റൂം റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മഷ്റൂം ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനത് ഒരു പാക്കറ്റായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് അതൊക്കെ അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ കേട്ടോ. അതിൻ്റെ എന്താ പറയുക, അത് കന്യ അതൊക്കെ പൊട്ടിച്ചെടുത്ത് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പോൾ കഴുകിയിട്ട് പിന്നെ അതിൻ്റെ ഒരു മുകളിലൊരു ഒരു ഇതുണ്ട്, തൊലി ഉണ്ടാവും, അതെടുക്കണം എന്നുണ്ട്. കുഴപ്പമില്ല, നല്ല കഴുകി വൃത്തിയാക്കിയാലും മതി. അപ്പോൾ ഞാൻ ചിലതിൻ്റെ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, വേഗം കിട്ടുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നിർത്ത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ഓൾ എന്ന ഓപ്ഷനും കൊടുത്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നിങ്ങളുടെ ഷെയറും കമൻറ്റൊക്കെ വിലപ്പെട്ടതാണ്, ലൈക്ക് ചെയ്യണേ. പിന്നെ എന്നാലേ വേറെയുള്ളവർക്ക് വീഡിയോസ് എത്തുള്ളൂ. അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ എല്ലാവരിലേക്ക് എത്തിയാലേ നമുക്ക് ഇത് കൂടുകയുള്ളല്ലോ, റീച്ച് ആവുള്ളല്ലോ. അപ്പോൾ ഞാനതൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മൾ ചിക്കൻ കടായി കാക്കണ പോലെ. അതുപോലെ പിന്നെ നമ്മൾ ഈ കൂന്തൽ ഉണ്ടാവില്ലേ, എന്താ കൂന്തലിന് വേറെ പേരുണ്ടോ എനിക്കല്ല, അതൊക്കെ അങ്ങനെ ഫ്രൈ ആക്കിയ പോലെയൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയത്. പിന്നെ ഒരു സവാള, ഒരു വലിയ തക്കാളി, ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് വഴറ്റിയെടുക്കണത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ച സവാള അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒക്കെ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ചീന്തിച്ച ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ എന്നിട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്ന് വയന്ന് വരാനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വയന്ന് വന്നോട്ടെന്ന് വിചാരിച്ച് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വന്നതിന് ശേഷം പിന്നെ തക്കാളി, കറിവേപ്പിലൊക്കെ അതിലേക്ക് ആഡ് ചെയ്യണത്. അപ്പോൾ അത് ഉള്ളി നല്ല വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കണ്ടൊന്ന് അതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. നല്ല തക്കാളിന്, നാടൻ തക്കാളിന് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടിയിട്ടോ. അങ്ങനത്തെ തക്കാളിനോടൊക്കെ ഇഷ്ടം. മറ്റേ ചില തക്കാളി നല്ല ഉടയൂരല്ലോ. അപ്പോൾ ഈ തക്കാളി നല്ല തക്കാളി ആയിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് വന്നതിൻ്റെ ശൈലിലേക്ക് എടുത്ത് വെച്ച പൊടികളൊക്കെ ഞാൻ ആഡ് ചെയ്ത്, കാശ്മീർ ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1.5 സ്പൂണ് പിന്നെ കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എരിവിന് വേണ്ടിയിട്ട് മറ്റേ സാധാ മുളകും പൊടി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാനിത് കാശ്മീർ ചില്ലി പൗഡർ ആയതുകൊണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ മിതമായൊരു എരിവ് തന്നെ ഉണ്ടായിട്ടുള്ളായിരുന്നു. അതിലേക്ക് പിന്നെ ഞാനിതാ കട്ട് ചെയ്ത് വെച്ച മഷ്റൂമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഷ്റൂം ഞാൻ ഇങ്ങനെ കാണണം, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ വീഡിയോയിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല ഇനി. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ട് ടേസ്റ്റ് എന്നറിയില്ല വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി, ആരും ഒരു ഇതും പറഞ്ഞിട്ടില്ല. മക്കളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മോള് പറയുന്നുണ്ട്, എന്നാൽ മോനക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഇനി സ്കൂൾക്ക് ഇത് കൊടുത്തേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് പറ്റില്ല വെച്ചാൽ നമ്മളിതൊന്നും ഉണ്ടാക്കി കൊടുക്കല്ലേ, അവർക്ക് വെജേ പറ്റുള്ളൂ, നോൺ വെജൊന്നും പറ്റൂല സ്കൂൾക്ക്. അപ്പം പിന്നെ ഏതായാലും ഇതാക്കല്ലോ എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ കുറച്ച് തക്കാളി ടൊമാറ്റോ സോസും കൂടെ അതിലേക്ക് ലേശം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ പിന്നെ ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലും ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നു ചപ്പ്, അപ്പം പിന്നെ ഇട്ടെടുത്ത്. ഇല്ലാച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, ഉണ്ടാകുമ്പോൾ വേറെ ടേസ്റ്റ് വരും, അതന്നെ. അങ്ങനെ പിന്നെ ഞാനതൊക്കെ ഞാൻ ചോറ് നിന്നാൽ ഒരു ചെറിയൊരു വീഡിയോ കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.